ഇവിടെ നിന്ന് വളഞ്ഞിട്ട് നേരെ അങ്ങോട്ട് അല്ല, ആ വഴിയല്ല, തീരുമാനമായി, അത് വേറെ വഴിയാണ്. അമേസിങ് എന്ന് പറഞ്ഞാ റിയലി അമേസിങ് അല്ലേടാ. അകഞ്ചൊന്ന പേരയ്ക്ക ബടനെ പോലെ. നമ്മളെ മൂന്നാർക്ക് കയറുന്ന ഒരു വഴിയാണ്. ഒരു 80 കിലോമീറ്റർ ഞങ്ങള് ട്രിപ്പ് പോവാണ്. വട്ടവടക്കാണ് ട്രിപ്പ് പോണേ. വട്ടവട ആദ്യം ഫസ്റ്റ് മൂന്നാർ, പിന്നെ വട്ടവട, അങ്ങനെയായിരിക്കും നമ്മൾ പോവാ. റോണി ഉണ്ട്, റൊണാൾഡോ കെ വിൽസൺ, വട, പിന്നെ ഞാൻ. അപ്പൊ ഞങ്ങള് 4 പേര് ഞങ്ങളുടെ പടക്കുതിര വാഗണാറിലാണ് പോണേ. അതെ, മറ്റേ ട്രാൻസിഷൻ കണ്ടിട്ടില്ലേ? ആദ്യം വാഗണാറിൽ ഇന്ന് വ്ലോഗ് എടുക്കണു, പിന്നെ പോർഷ്യയില്, അതേപോലെ ഇരിക്കും, അതേപോലെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ഒരു 10 കൊല്ലം അത് കഴിഞ്ഞ് നമ്മള് പോർഷ റെന്റിലെടുത്തിട്ടാണെങ്കിലും നമ്മള് പോണതായിരിക്കും. ആകെ ഒരു പേരറിയാം. അപ്പൊ നമ്മള് ത്രൂ ഔട്ട് വീഡിയോ ഒക്കെ എടുത്ത് പാർട്ടായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ ഇടും. എല്ലാരും കാണണം, അടിപൊളിയാക്കണം. ഓക്കെ, എന്തെങ്കിലും പറയണ്ടോ? ഇയാളുടെ പെണ്ണിപ്പ വിട്ടിട്ടുള്ളൂ, അത് അതിന്റെ ഇത്തിരി ഇതാണ് കേട്ടില്ലേ. ഇപ്പോഴും തല്ലുകൂടിയിരിക്കുക, അതുകൊണ്ട് ഇത്തിരി ഓക്കെ ആവണ്ട് ആള്. അതെ, പെണ്ണില്ല. അപ്പൊ നമ്മളെന്തായാലും ഇന്ന് സ്റ്റേ എങ്ങനെയായിരിക്കും? ബസ്സാണ് പ്ലാൻ. അവിടെ മൂന്നാറിലൊരു 150 രൂപയുടെ ബസ്സിന്റെ പരിപാടി ഉണ്ട്, അതിലായിരിക്കും. പിന്നെ നമ്മള് ടെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടെന്റ് അടിക്കാനും അറിയില്ല, മിക്കതും പായ പോലെ കളിക്കേണ്ടി വരും. അതെ, ഇയാള് യൂട്യൂബ് നോക്കി അടിക്കണ ആളോ. അതെ, നമുക്ക് ടെന്റ് പായ പോലെ വിരിച്ചായാലും നമുക്ക് അതിലേക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, കാണാം. ബിരിയാണി ഉണ്ട്, കൊടുക്കുന്ന പൈസക്ക് വർത്തില്ല. പൈസ കൊടുക്കണ പൈസക്ക് വെറുത്തു. ഇംഗ്ലീഷ് അറിയില്ലല്ലോ, പഠിച്ചോളൂ. എന്നെ പറയണ ബ്ലോഗറിനെ പറയണേ പഠിക്കില്ല. നമ്മളിപ്പോ എവിടെത്തി? അതിരപ്പള്ളി. നമ്മള് ഫുഡൊക്കെ കഴിച്ചു, നല്ല ബിരിയാണി കഴിച്ചു. എന്റെ സ്ലോ ആൻഡ് സ്റ്റഡി റൈഡിങ് ആണ്. അപ്പൊ നമ്മള് മാനിയായിട്ട് പോയിക്കൊണ്ടിരിക്കാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതിരപ്പള്ളി കഴിഞ്ഞ് നമ്മള് ഒരു വനത്തിന്റെ ഉള്ളിലാണ് പോയിക്കൊണ്ടിരിക്കുക. അതിന് പറ്റിയ പാട്ട്, നല്ല രസമുണ്ട്. റോഡ് കാണിക്കുന്നു. ക്യാമറ തിരിക്കാനുള്ള പരിപാടിയില്ലല്ലേ? തിരിച്ച് നമ്മള് മലക്കപ്പാറ പോയിക്കൊണ്ടിരിക്കുക. ഓൺ ദ വേ ആണ്. വടയാണ് വണ്ടി ഓടിക്കണേ. ഡ്രൈവിംഗ് അത്ര പോരാ, അത്ര ഇല്ല. ഇവിടെ നല്ലൊരു പാലം വന്നിട്ടുണ്ട്. പാലം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കില് നല്ല മുറുക്കുണ്ടാവുമാര്. ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയൊക്കെ ഉണ്ട്. വളരെ എൻജോയ് ചെയ്തൊക്കെ പോണേ. കൈയൊക്കെ പുറത്തിട്ടിട്ട് അവിടുത്തെ ഈ റൂട്ടൊക്കെ നൈസാട്ടോ. നിങ്ങൾ മൂന്നാർ പോകണ്ടെങ്കിൽ എന്തായാലും ഈ വഴിക്ക് മാത്രം പോവാ. ഒരു 100 കിലോമീറ്ററിന്റെ വ്യത്യാസം, അത്രേ ഉള്ളൂ. ആകെ 100 കിലോമീറ്ററിന്റെ വ്യത്യാസം. പക്ഷെ മുതല കൊടുക്കണ പെട്രോളിന് മുതലല്ല, ചീങ്കണ്ണി. ഇത് നമ്മള് മലക്കപ്പാറ പോണ വഴിക്കുള്ള കാഴ്ചകളാണ്. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. കണ്ടു നീ വീട്ടിൽ നിന്ന് കണ്ടിട്ടല്ലോ പറഞ്ഞേ. ഇവിടെ നല്ല പാറക്കെട്ടുകൾ, അതേപോലെ നല്ല ശ്വാസം ഇവിടെ കൊറേ കൊച്ചുകുട്ടികൾ കുളിക്കുന്നുണ്ട്. അമ്പ
അവനൊക്കെ ആസ്വദിക്ക്. ഹായ് ടാറ്റ. അയ്യോ അവന്റെ കാല് മാത്രമേ കാണാവൂ. ടാറ്റാ. ഇവിടെ KSRTC ഒക്കെ ഉണ്ട്. ചാലക്കുടി ഈ വഴിയൊക്കെ നൈസാട്ടോ. അതായത് അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് കാട്, നടുക്കിയോട് റോഡ്, പിന്നെ സൈഡിയോട് ഒരു തോട്, ഇതൊക്കെ ഉണ്ട്. ഉച്ച സമയമാണെങ്കിലും വെയിലൊന്നുമില്ല. അതെ, ചൂട് കുറവാണ്, നല്ല തണലാണ്. ഞങ്ങളിപ്പോ AC ഒന്നും ഇടാണ്ട് ശുദ്ധവായു ശ്വസിച്ച് അങ്ങനെയൊക്കെ പോണേ. രസാണ്. നിങ്ങൾ ഈ വഴി എന്തായാലും പോണം, അടിപൊളിയായിരിക്കും. അതെ, ഇനി ഇവിടെ എവിടെ മണ്ണ് നിർത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് എപ്പോഴാ കേറണ്ടേ? ഈ റോഡ് തീർക്കണം മലക്കപ്പാറ. അതെ, 2 മണിക്കൂർ. നമ്മൾ അവിടുന്ന് അതിരപ്പള്ളിന്ന് നമ്മൾ കയറിയിട്ട് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ മലക്കപ്പാറ കഴിയണം. അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തണം. നമ്മൾക്ക് സമയം എനിക്ക് തോന്നുന്നു 3:50. 3:50 ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ അങ്ങോട്ട് കയറണം. അപ്പോ ഇവിടെ എവിടെയും നിർത്തിയിടാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതായത് കുറെ സമയം നമ്മൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള സമയം പോകും. അപ്പൊ എനിക്കാണ് ഈ വഴി എൻജോയ്മെന്റ് ആണ്. അതെ, പിള്ളേര് ബാക്കിലൊക്കെ ആണ്ടാ വന്നോണാ ഫുൾ. ഇവിടെ ഫ്രണ്ടിലിരിക്കണവർക്ക് ഒന്നും കിട്ടണില്ല, അവരെ ഫുള്ള് ഇരുന്ന് തിന്നോണ്ടിരിക്കാണ്. അതെ, പട്ടിണി പരവേശം വയറ് കണ്ടില്ലേ. നമ്മളൊരു ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടുതലൊന്നും നിർത്തിയിടാൻ പറ്റില്ല. നമുക്ക് അവിടെ കറക്റ്റ് സമയത്തിന് അവിടേക്ക് എത്തണം. നമ്മളിത് ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കണതാണ് ഇവിടെ എങ്ങനെയാണ്. മൊട്ടപ്പാറയുടെ കുന്നിന്റെ മുകളില് ജീവിക്കാൻ ആഗ്രഹമുള്ള 2 പേര്. എനിക്കാഗ്രഹില്ല. അതെ, മൈൻക്രാഫ്റ്റ് പ്രോ പ്ലെയർ ആണ് ഇയാള്. വല്ലവർക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ID കമന്റ് ഇട്ട് തരും. അതെ, അമ്മ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ കാണിക്കും സ്വന്തം സമ്പാദ്യം. 10 പശു, സ്വന്തമായിട്ടൊരു വീടുണ്ട്. അതെ, നമ്മള് അതായത് കുറച്ചങ്ങോട്ട് ദൂരം വന്നു കഴിഞ്ഞപ്പോ അത്യാവശ്യം പോന്നു. ഇനിയിപ്പോ നമുക്കൊരു 8 കിലോമീറ്ററും കൂടെ ഉള്ളൂ മലക്കപ്പാറ എത്താൻ. പക്ഷെ നമുക്കിവിടെ വഴിയിൽ അവര് ബ്ലോക്ക് ചെയ്തു. അതായത് ഇവിടെ ഇപ്പോ കറന്റ് റോഡ് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അവര് മെറ്റൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കടക്കാൻ പറ്റില്ല. ഒരു 1/2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. സംഭവം നമുക്ക് 3:50 അവിടെ മലക്കപ്പാറ കയറണം. ഇത് ഇവിടുത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ എന്തായാലും നമ്മളിവിടെ പോസ്റ്റാണ്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് പ്ലാൻ ചെയ്യാം. എന്താ പ്ലാൻ എന്ന് പറയും. ഇനി നമ്മൾ മൂന്നാർക്ക് പോണതിന്റെ പ്ലാനുകൾ എന്താണ്? മൂന്നാർ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണം റേഞ്ച് വരുമ്പോ തന്നെ മറ്റാള് വിളിക്കും. നമ്പറിൽ വിളിച്ചു നോക്കാം. വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാം അവിടെ റൂമിന്റെ. മറ്റാ KSRTC അതുണ്ടെങ്കിൽ അത് ഈസിയാണ്. അതും 150 രൂപ ഇങ്ങടല്ലേ ഉള്ളൂ. അതുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അതില്ലെങ്കിൽ അപ്പൊ റൂം വരെ ബുക്ക് ചെയ്യണം കേട്ടോ. ബുക്ക് ചെയ്യാൻ അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റില്ല രാത്രി 3:30. ഓ, അജ്വതാണ് മെയിൻ പ്ലാനിങ് ഹെഡ്. അജ്വതാണ് വട പ്ലാനിങ് ഹെഡ്. അതെ, റൂം എടുത്ത് നല്ല ശീലമുണ്ട് ആൾക്ക്. ക്യാമറ കൊച്ചിയില് സ്വന്തമായിട്ട് ഒക്കെ ഉണ്ട്. ഇതൊക്കെ റോഡ് മോശമാണ്. ഇത്ര നേരം നല്ല റോഡായിരുന്നു. പിന്നെ റോഡ് നന്നാക്കണോ പറഞ്ഞ് കുറച്ചു നേരം നിർത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പതേ വന്നപ്പോ റോഡ് വളരെ മോശം. വെരി പിറ്റി. നമുക്ക് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെ തേയില, ഫ്രണ്ടില് തേയില ഇവിടെയും ഇവിടെയൊക്കെ തേയിലയാണ്. ഫുൾ തേയില കൊണ്ട് നിറഞ്ഞാണ് ഒരു സ്ഥലമാണിത്. ഇതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത് മലക്കപ്പാറ. ഫൈനലി ഞങ്ങൾ അങ്ങനെ മലക്കപ്പാറ എത്തി. അവിടെ ഫുള്ള് തേയില മൂടാണ്. അവിടെ കാപ്പിക്കുരു കുരുമുളകൊക്കെ ഉണ്ട്.
കുറച്ച് കൂടുതലും തേയിലയാണ്. അതെ, ഞങ്ങളുടെ ബാക്കിൽ ഇപ്പൊ ഞങ്ങൾ പോണ റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തേയിലയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതില് കാണാനില്ല. ഇവിടെ നല്ല ക്യാൻറ്റീൻ ഉണ്ട്, അതേപോലെ ഒക്കെ ഉണ്ട്. ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകൾ എല്ലാം കാണാൻ പറ്റുന്നില്ല. അതെ, നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു മൂടാണ്. അത് കണ്ടില്ലേ, തേയിലയാണ് ഇവിടെ ഫുള്ള്. ഇപ്പുറത്തുണ്ട് തേയില, കണ്ടില്ലേ, വാടാടെ അപ്പുറത്ത് തേയിലയാണ് കാണുന്നത്. നമ്മള് ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? ഇനി ഇവിടെ നിന്ന് ഒരു 120 കിലോമീറ്റർ മൂന്നാറ്. പക്ഷെ വഴി വൈബ് വേറെ വൈബ്. റോഡ് കുറച്ച് നേരമായിട്ടാണ് റോഡ് മോശമുള്ളൂ. അതുവരെയുള്ള റോഡൊക്കെ ഗംഭീരം. 3 വട്ടം കൊക്കെ പോകേണ്ടതായിരുന്നു. ബാക്കിലുള്ളവര് ഉറങ്ങിയ കാരണം അറിഞ്ഞില്ലേ, ഞാൻ കണ്ണ് വരെ പുറത്തു വന്നു. അങ്ങനെയാണ് കൊണ്ടുപോണ്ടായിരുന്നത്. അതെ, പേടിച്ചിട്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇപ്പൊ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആണ്, എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇവിടെയാണോ കാണിച്ചു കൊടുക്കണ അവന്റെ ടിക്കറ്റ്? ചെക്ക് പോസ്റ്റ് ഇവിടെ. നമ്മള് അവിടെ നമ്മളുടെ എവിടെന്നായിരുന്നു, അതിരപ്പള്ളിയിൽ നിന്ന് നമ്മളൊരു ടിക്കറ്റ് പോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇവിടെ കാണിച്ചു കൊടുക്കണം. പൈസ കൊടുക്കേണ്ടി വരും തോന്നുന്നു, അറിയില്ല, നോക്കാം. അതായത് ഇവിടെ വന്നിട്ട് നമ്മള് ഇതിന്റെ ബാക്കില് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓൾറെഡി എടുത്ത ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. പൈസ ഒന്നും മേടിച്ചൊന്നുമില്ല, പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് നമുക്ക് തന്നിരുന്നു. നമ്മളുടെ പേരെഴുതി, അതേപോലെ എത്ര പേരുണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പോന്നു. എന്നിട്ട് അത് കൊടുത്തത് ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇനി നേരെ മൂന്നാർ, അല്ലേ? മൂന്നാർ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിംഗ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിംഗ്, അല്ലേടാ? നല്ല വ്യൂ ഉള്ള മലക്കപ്പാറ കൊള്ളാം. വന്നത് മുതല് ഗൈസ് ഞങ്ങള് മലക്കപ്പാറ വന്നിട്ട് മലക്കപ്പാറ എത്തി. ഇവിടെ ഇതാണ് ഇവിടെ വ്യൂ. സംഭവം നല്ല വെയിലുണ്ട്, പക്ഷെ വെയിൽ നമ്മൾ അറിയണില്ല. കാരണം നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. തണവ് കാരണം വലിയ പുഴുക്കമില്ല, ചൂടുണ്ട്, വെയിലിൻ്റെ ചൂടുണ്ട്. നേരെ മണ്ടാമയ്ക്ക വെയിലടിക്കണേ. പിന്നെന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്. ഈ ഒരു ചായക്കടയിൽ നിന്ന് നമ്മൾ ചെറിയൊരു ബൂസ്റ്റോ ചായയൊക്കെ കുടിച്ച് ഇവിടെ നിന്നൊന്ന് ആസ്വദിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങൾ 4 പേര് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി, നമ്മുടെ വണ്ടി, ഹമാരെ ഗാഡി. അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ പേരുണ്ടെങ്കിൽ എന്തായാലും ഈ വഴി തന്നെ വരണം. കാരണം കുറെ കാണാനുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നും കിട്ടാനൊന്നുമില്ല, പക്ഷെ ഇങ്ങനത്തെ കുറെ കാഴ്ചകൾ കാണാം. വേണ്ടില്ലേ? മാഗി എത്രയാ? 50. ഒന്നും വേണ്ട കേട്ടോ, അത് മാത്രം. അകഞ്ചൊന്ന പേരയ്ക്ക, ബടനെ പോലെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതോ ഒരു വലിയൊരു ഡാം. ശരി എന്നാ നിർത്തണോ? വെള്ളം കൂടി വേണമായിരുന്നു. ഞാൻ ചേച്ചിനെ വണ്ടി ഡാം വൈബല്ലേ? പിന്നെ വായൊന്നും തുറക്കില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. നീ കണ്ടായി ഗൈസ്, നമ്മള് നേരത്തെ കണ്ടത് ഈ ഡാം. നോക്കി, ഡാമിന്റെ ബാക്കിൽ ഇത് ഇങ്ങനെയാണ്. ഈ ഭാഗത്തു നിന്നാണ് നേരത്തെ കണ്ട ഡാമിക്ക് വെള്ളമൊക്കെ പോണേ. ഇത്രേ വെള്ളമുള്ളൂ. നോക്ക് ഗൈസ്, നോക്ക്
നമ്മള് ഇപ്പൊ അതേ ഇറങ്ങിക്കൊണ്ടിരിക്കാണ്, മലക്കപ്പാറന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. ഈ ഒരു വ്യൂ മോനെ, എടാ ഈ വഴിയൊന്നും രക്ഷയില്ലേ. നമ്മള് ദാ കാണുന്ന റോട്ടിയോടെ ആയിരിക്കും പോവുക. ഇവിടെ നിന്ന് വളഞ്ഞിട്ട് നേരെ അങ്ങോട്ട് അല്ല, ആ വഴിയല്ല, തീരുമാനമായി, അത് വേറെ വഴിയാ. നമുക്ക് ഇവിടെ വലിയ വണ്ടികള് എന്താണ് എന്താണ് ഏട്ടി കാണിക്കണത്? ബാക്ക് എടുക്ക്. നമ്മള് അതായത് നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ചേട്ടൻ ഒരു ലോറിനെ, ആ സ്ഥലത്താകെ 2 വണ്ടി പോകാനുള്ള റോഡേ ഉണ്ടായുള്ളൂ, അതിനുള്ള റോഡ് ഉണ്ടായുള്ളൂ. അതിന്റെ ഇടയുടെ ഒരു ചേട്ടൻ കുത്തി കയറ്റി വന്ന് നമ്മള് വണ്ടി നിർത്തിയിട്ട് കൊടുത്തു. എന്നിട്ടും വന്ന് നെഞ്ചത്ത് കയറിണ്ടായി. അത് നമുക്ക് കറക്റ്റ് ആ വീഡിയോയില് കിട്ടി. നമ്മളോ അത് വലിയ തെറ്റൊന്നുമില്ല, വലിയ തെറ്റില്ല. നമ്മള് വണ്ടിയായിട്ട് അവസാനം നിർത്തി കൊടുത്തു. എന്നിട്ടും സ്റ്റിൽ ഞങ്ങള് ആളവിടെ നിർത്തും എന്നുള്ളൊരു മൈൻഡിലാണ് വണ്ടി നിർത്തി കൊടുത്തത്. എന്നിട്ടും ആള് വന്ന് ഇടിച്ചു കയറി, വണ്ടിയുടെ സൈഡൊക്കെ ഉറഞ്ഞ്, പെയിന്റും പോയി, ബമ്പർ പൊട്ടി, ചെറുതായിട്ടൊന്ന് പൊട്ടി, ആകെ ശോകായി. ആ ഒരു മൈൻഡ് തന്നെ പോയി ആകെ എല്ലാരും. പക്ഷെ പിന്നെ തിരിച്ചു വരും. അതെ, ഇപ്പൊ ഒരുവിധം ഓക്കെ ആയിട്ടിരിക്കാണ്, കുഴപ്പമില്ല. വലിയ ഞങ്ങള് വല്ലാണ്ട് അപകടമായിന്ന് വിചാരിച്ചു, പക്ഷെ അത്രയും ഉണ്ടായില്ല. കുറച്ച് എന്നാലും ബുദ്ധിമുട്ടാണ്. ദയ്യത്തിന്റെ മോക്ക ആകെ പോയിരിക്കുക, അവന്റെ വണ്ടിയാണ്. അപ്പൊ ആളാകെ ടെൻസ്ഡാണ്. അതെ, അപ്പൊ അപ്പൊ ഞങ്ങളെന്തായാലും ഇനിയിപ്പോ നേരെ മൂന്നാർക്ക് നോക്കിയൊക്കെ തന്നെയാണ് പോണത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇമ്മാതിരി ഓരോ വള്ളികൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നത്. നമുക്ക് റോട്ടിക്ക് എങ്ങോട്ടും ഒതുക്കാൻ ഉണ്ടായില്ല, വണ്ടി വേറെ എങ്ങോട്ടും ഒതുക്കാൻ സ്ഥലം ഉണ്ടായില്ല. ഇപ്പതേ സൈഡില് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങി. അതെ, ഒരു സന്തോഷമില്ല, എല്ലാരും ആകെ മൂകമായിരിക്കാണ് ഇപ്പൊ. അതെ, വണ്ടി ഇടിച്ചതൊന്നും. നമ്മളിനി നേരെ പിന്നെ മൂന്നാർക്കുള്ള അതെ ഫണ്ടാറ എത്തണമല്ല. സമയം നോക്കിയേ, സമയം 6:12. റോട്ടില് വരെ മയിലാണ് ഇവിടെ. ഞങ്ങള് അന്നാമലൈ ടൈഗർ റിസർവ് അവിടെ എത്തി. അടിപൊളിയാണ്. ഈ റോട്ടിയോടെയൊക്കെ മയിൽ ഇങ്ങനെ നടന്നു പോണ കാണാനുണ്ട്. അന്നാമലൈ കേട്ടിട്ടുണ്ട് മുന്നേ. കടുവനെ കാണാൻ ഏത് നിമിഷം നമുക്ക് കടുവനെ കാണാം. അതെ അതെ, റോട്ടിയോടെയൊക്കെ കടുവ ചാടി പോണെന്നൊക്കെ പറയുന്നുണ്ട്. പന്നികളെ കണ്ടു. പന്നികളെ നമുക്ക് ഇവിടെ നമ്മളിവിടെ പട്ടികളെ കാണുന്ന പോലെ കാണാം. പുലിനെ എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാൻ എന്നുള്ള ഒരു ഒറ്റ മൈൻഡോട് കൂടിയാണ് ഞങ്ങൾ പോണത്, അല്ലെ? ഒറ്റ മൈൻഡാ. വഴി നോക്ക് ഗൈസ്. എടാ ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. അതെ, നിങ്ങള് എത്രയും പെട്ടെന്ന് കൂട്ടുകാരെ വിളിക്കുക, വണ്ടി എടുക്കുക, പോവുക. ഫിഷ് കൈനീട്ടം ബാക്കി കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരെ വിളിച്ചോ, വണ്ടിയിൽ പെട്രോൾ അടിക്കുക, പോവുക. ഒന്നും നോക്കണ്ട, നല്ല രസമുണ്ട് കാണാം വണ്ടി. പക്ഷെ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല, അതിന് പറ്റിയൊരു സെറ്റപ്പ് ഇവിടെ ഇല്ല. ഇപ്പൊ വയനാടൊക്കെ പോണ പോലെ നമുക്ക് ഇവിടെ വണ്ടി നിർത്തി, വയനാടൊക്കെ പോകുമ്പോ നമുക്ക് അവിടെ സൈഡിൽ വണ്ടി നിർത്താനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ കിട്ടും. പക്ഷെ ഇവിടെ അതൊന്നും കിട്ടില്ല, ഭയങ്കര ചെറിയ റോഡാണ്. പക്ഷെ വൈബ് വേറെ വൈബ് തന്നെ, ഒരു രക്ഷയില്ല. അതായത് ഈ സൈഡിൽ കാണുന്ന എന്തോ വലിയ തടാകം പോലത്തെ എന്തോ പരിപാടിയൊക്കെയാണ്.
ഇവിടുത്തെ വ്യൂ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. സൺസെറ്റ് ഒക്കെ. ഹൈ ഗായ്സ്, നമ്മള് വണ്ടി ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ നൈസായിട്ടൊന്ന് നിർത്തിയിട്ടു. ശരിക്കും അങ്ങനെ നിർത്തിയിടാൻ പാടുമെന്ന് അറിഞ്ഞൂടാ. കാര്യമായിട്ട് സ്ഥലമില്ല. നമ്മള് കുറച്ചൊന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോ നമ്മളൊന്ന് നിർത്തിയിട്ടതാ. ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോ കണ്ട ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഗൈസ്, നമ്മളെ മൂന്നാർക്ക് കയറുന്ന ഒരു വഴിയാണ്. അതെ, ഇത് അപ്പുറത്തും ഇപ്പുറത്തും കാട്. ഇത് പക്ഷെ വൺ വേ അല്ല. ഈ റോട്ടിയോടെ ഇപ്പുറത്തേക്ക് ട്രക്കും വണ്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് എന്തോരം ദൂരം ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. നമ്മള് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ റോട്ടിയോടെ ഒക്കെ പോണത്. ഒരു വണ്ടി വരണ നോക്കി. ഇങ്ങനെയാണ് നമ്മമാരൊക്കെ വരണ ഈ വഴിയോട്. ഒന്നും ചെയ്യാനില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ. അതെ, പരമാവധി ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഗായ്സ്, ഞങ്ങള് അങ്ങനെ തമിഴ്നാട് വിട്ടു. പിന്നെയും കേരളത്തിലേക്ക് എത്തി. കേരളത്തിയപ്പോ തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഫുഡ് കഴിക്കണം ഗായ്സ്, 9 മണിയായി. ഫുഡ് കിട്ടിയില്ലോന്ന് അറിയില്ല. അതെ അതെ, ഞങ്ങള് ഇനി നേരെ മൂന്നാർ എത്താൻ ഇനിയും വേണം ഒരു 58 കിലോമീറ്റർ. കാണത്തെ കുറെ ദൃശ്യങ്ങളുണ്ടായി. ഞങ്ങൾ കുറച്ച് അതെ, അഡ്വഞ്ചറസ് ആയിരുന്നു റൈഡ് മൊത്തം. വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു. പ്രോ ഡ്രൈവർ ഇല്ല. അതെ, ഏതൊരു പ്രോ റൈഡറായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു. അത് തെളിയിച്ചു. അംഗീകരിക്കലല്ല, അതവൻ തെളിയിച്ചു. വാടയും പിന്നെ ഞാനും നമ്മളിനിയിപ്പോ മൂന്നാറെത്താൻ ഇനിയും നേരെ എടുക്കും. പക്ഷെ അതെ, അതെ, ഇനി ഫ്രണ്ടിൽ പോണ വണ്ടികളോട് ഞങ്ങൾ ഇത്ര നേരം ഒറ്റയ്ക്കായിരുന്നു. ഒരു അപ്പുറത്തും ഇപ്പുറത്തും കാട്, നടുക്കൊരു റോഡ്, സൈഡിൽ കൂടെ ഒരു തോട്, അങ്ങനെയൊക്കെ ആയിരുന്നു. കൊള്ളാം. കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അവരോട് വൈബ് അടിച്ച് പോവാം. അതെ അതെ. ഹായ് ഗായ്സ്, ഞങ്ങളങ്ങനെ മൂന്നാറെത്തിയതേ. ഞങ്ങളുടെ പ്രോ ഡ്രൈവർ സ്പൾബർ ഞങ്ങള് മൂന്നാറെത്തി. മൂന്നാർ സിറ്റിക്ക് നടുക്കാണ്. 11 മണിയായി ഗൈസ്. 11 മണിക്കൂർ കൊണ്ട് 11 മണി. ഞങ്ങള് 11 മണിക്കൂറോളം ട്രാവൽ ആയിരുന്നു. ഫുൾ വണ്ടിയില്ല, എവിടെ അങ്ങനെ നിർത്തിയിട്ടില്ല. ഉച്ചക്ക് കഴിക്കാൻ ഒരു 10-20 മിനിറ്റ്. ഇപ്പോഴാണ് ഇതേ കഴിക്കണേ. നൈറ്റത്തെ ഞങ്ങളുടെ ഡിന്നർ ഇതേ ഇപ്പോഴാ 11 മണിക്കാ കഴിക്കണേ. ഇനി പോയിട്ട് വേണം KSRTC സ്റ്റാൻഡിൽ പോയിട്ട് സ്റ്റേ സെറ്റ് ആക്കാം. അപ്പോ ഫുഡ് ഇനിയിപ്പോ ഇവിടെ കുറെ തട്ടുകടകളുണ്ട്. തട്ടുകട വൈബ് പിടിക്കാനാണ്. എന്തെങ്കിലും നൈസായിട്ട് കഴിക്കുക, അങ്ങനെയുള്ള ഒരു പ്ലാനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേ കിടന്നുറങ്ങുന്നു. പിന്നെ ഫുൾ നാളെ. ഹായ് ഗൈസ്, ഞങ്ങൾ മറ്റേ KSRTCയുടെ ഹോം സ്റ്റേയിൽ വന്നേക്കാണ്. ജസ്റ്റ് നമുക്ക് ബെഡ് സ്പേസ് മാത്രമേ ഉള്ളത്. ഇത് വരണം, അതേപോലെ ഇതിന് താഴെ വരണം, അതേപോലെ ഇവിടെ ഒരു ബെഡ്, ഇവിടെ താഴെ ഒരു ബെഡ്. അങ്ങനെ നമുക്ക് 4 ബെഡാണ് അലോട്ട് ചെയ്തോണ്ട്. ഒരാൾക്ക് 220 ആണ് നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, നൈസ് സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും കിടന്ന് ഉറങ്ങിയിരിക്കും. നമുക്ക് നാളെ രാവിലെ 9:30 വരെയാണ് സമയം. അതിനുള്ളിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. 9:30 നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. പിന്നെ അവിടെ പ്ലഗ് പോയിന്റ്സ് കണ്ടില്ലേ, പ്ലഗ് പോയിന്റ്സ് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സെറ്റപ്പുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. അപ്പോൾ പിന്നെ നാളെ നമുക്ക് വേണമെങ്കിൽ രാവിലെ വൈകിട്ട് 5 മണിയാകുമ്പോൾ വന്നിട്ട് ബുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വൈകിട്ട് സ്റ്റേ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് ബുക്ക് ചെയ്യാം. 5 മണി തൊട്ട് നമുക്ക് നമ്മളുടെ ഈ പ്ലേസ് യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ 9:30 വരെ. അങ്ങനെയാണ് നമുക്ക് ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഇവിടെ എത്തി. അതെ, ഒരു ബസ് ഇങ്ങനെ മാറ്റി കണക്ട് ചെയ്ത് വലിയ പരിപാടിയാണ്. അതെ 220 രൂപയ്ക്ക് നല്ല ക്ഷീണായി ഗൈസ്. നല്ല ചീപ്പ് റേറ്റില്. അതെ, AC ഒക്കെ ഉണ്ട്. പക്ഷെ ഓണല്ല, അതുകൊണ്ട് നല്ല തണവുണ്ട് ഇവിടെ, അത്യാവശ്യം നല്ല തണവുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ മൂന്നാർ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം.
കാരണം ഭയങ്കര ലെങ്ത് വരികയാണ് വീഡിയോ മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 1 ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പാർട്ട് 2ഉം തീർച്ചയായിട്ടും കാണണം. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതേപോലത്തെ സീനറീസ് കുറേ ഉണ്ട്, നമ്മളതെന്തായാലും അടുത്ത പാർട്ടിൽ കാണിക്കണതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഈ വീഡിയോ ഇവിടെ തീരാണ്. ഓക്കെ ബൈ, കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ.